കേരളത്തിലെ കായിക താരങ്ങളുടെ സാഹചര്യങ്ങളും മെച്ചപ്പെടേണ്ടതല്ലേ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിയാസ് എന്ന 14 വയസ്സുകാരൻ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം 100 മീറ്റർ ഓട്ടത്തിൽ തന്റെ കാഴ്ച പരിമിതി മറന്നാണ് ഈ 9ാം ക്ലാസ്സുകാരൻ 1ാം സ്ഥാനത്തെത്തിയത്. കാസർഗോഡ് GHSS അങ്കടി മൊഗറിലെ വിദ്യാർത്ഥിയായ നിയാസിനെ പോലെ കായിക ഇനത്തിൽ കഴിവുള്ള അനേകം വിദ്യാർത്ഥികൾ സ്കൂളിലുണ്ട്. എന്നാൽ കായികാഭ്യാസത്തിനായി സ്കൂളിൽ നല്ല ഗ്രൗണ്ടോ സിന്തറ്റിക് ട്രാക്കോ ഇല്ലെന്നതാണ് പ്രധാന അധ്യാപകരുടെ പരാതി. സംസ്ഥാന സ്കൂൾ കായികമേള അങ്ങ് എറണാകുളത്ത് അവസാനിച്ചപ്പോൾ ഞങ്ങൾ കാസർഗോട്ടുകാരും വലിയ സന്തോഷത്തിലാണ്. സബ് ജൂനിയർ വിഭാഗം 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിയാണ് നിയാസ് എന്ന വിദ്യാർത്ഥി കാസർഗോട്ടുകാരുടെ അഭിമാനമായി മാറിയത്. ചെറുപ്പം മുതലേ കാഴ്ചശക്തി കുറവുള്ള നിയാസ് ആണ് ഇന്നത്തെ നമ്മുടെ താരം. കണ്ണട വെച്ചാണ് ഓട്ടം. തൊട്ടപ്പുറത്തോടുന്ന ആള് എവിടെ എത്തിയെന്ന് പോലും നോക്കാതെ ഫിനിഷിംഗ് പോയിന്റ് മാത്രമാണ് ലക്ഷ്യം. കാഴ്ചാ പരിമിതിയുള്ള നിയാസ് അങ്ങനെ കണ്ണടയോട്ടക്കാരനായി. രണ്ടാം ക്ലാസ് മുതലേ കന്നഡ ജീവിതത്തിലെ മുഖ്യ കഥാപാത്രമാണ്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴും കണ്ണട വേണം. എന്നാൽ ഇതൊന്നും ഓടുന്ന ട്രാക്കുകളിൽ അവന്റെ ആത്മവിശ്വാസത്തെ ലവലേശം ബാധിച്ചില്ല. സ്കൂളിലേക്ക് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവൻ്റെ കാഴ്ചപ്പരിമിതികൾ നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം അപ്പോഴാണല്ലോ ഈ പുസ്തകം നോക്കാനും വായിക്കാനും തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ കാര്യമായി അവന് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ക്ലാസ് വെക്കാൻ തുടങ്ങി. വിദ്യാലയത്തിൽ പേരിനൊരു ഗ്രൗണ്ട് ഉണ്ട്. വേനൽക്കാലങ്ങളിൽ മാത്രം പരിശീലിക്കാവുന്ന ഒരു ഗ്രൗണ്ട്. അതല്ലാതെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വിസ്തീർണമുള്ള ഒരു ഗ്രൗണ്ട് പോലും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ വെറും 3 ദിവസം കൊണ്ട് പരിശീലനം പൂർത്തിയാക്കി അവൻ ട്രാക്കിലേക്ക് ഇറങ്ങി. കായിക പരിശീലനത്തിനായി അടുത്ത പ്രദേശങ്ങളിലടക്കം സിന്തറ്റിക് ട്രാക്ക് പോലും ഇല്ലാത്തത് കുട്ടികൾ അനുഭവിക്കുന്ന പ്രധാന വെല്ലുവിളിയാണെന്ന് അധ്യാപകരും പറയുന്നു. ഈ സ്പോർട്സ് എല്ലാം വരുന്നത് മഴക്കാലത്തായിരിക്കും. ഈ കാലത്തായതുകൊണ്ട് ചെളി, ഇവിടെ ഫുള്ള് ചെളി, ഓടാൻ പറ്റൂല. നമ്മളെ സ്കൂളിൽ കുറേ പിള്ളേരുണ്ടാവും ഇങ്ങനത്തെ കഴിവുള്ള പിള്ളേർ. പക്ഷെ ഇങ്ങനത്തെ ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ഞങ്ങൾക്ക് PT സാറിൻ്റെ ഒരു അഭാവമുണ്ട്. ഡെയിലി വേജസ് ആണ്. PT എക്യുപ്മെൻറ്റ്സ് കുറേ ഒന്നുമില്ല. മഴ പെയ്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ. പൊതുവെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒന്നും വേണ്ട. ഒരു സിന്തറ്റിക് എന്നൊരു ഇത് വേണം. നമുക്ക് ഇവിടെ സിന്തറ്റിക് അല്ലെങ്കിൽ നീലേശ്വരം പോകണം. 70 കിലോമീറ്റർ ദൂരമാണ്. കഴിവുള്ള കുട്ടികൾ നല്ല ഇതുണ്ട്. ഇവനാകെ 3 ദിവസത്തെ പ്രാക്ടീസാണ് കിട്ടിയത് അവിടെ. നിയാസിനെ പോലെ ഒരുപാട് മിന്നൽ വേഗക്കാർ കാസർഗോട്ടെ പല സ്കൂളുകളിലുമുണ്ട്. എന്നാൽ പരിശീലനത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇവരുടെ സ്വപ്നങ്ങളെല്ലാം ട്രാക്കില്ലാതെ മൂടപ്പെടുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.